314 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനം ഏതാണ്, ഏത് സംഖ്യയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഓപ്ഷൻസ് ഞാൻ കട്ട് ചെയ്തതാണ്. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ 4 അവസാനമായിട്ട് ഈ നമ്പറിന്റെ ഉള്ളത്. അപ്പം ഇവിടെ 4:1 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 4 ആൻസർ. ഇനി 4:2 ആണെന്നുള്ളത്, അതായത് 4 × 4 ആണെന്നുണ്ടെങ്കിൽ 16 ആണെന്നുള്ളത് അറിയാം. ഇൻ കേസ് ഇനി 4:3 ആണെന്നുണ്ടെങ്കിൽ 4 × 4 × 4 എത്രയാണ്? 64 ആണ്. ഇനിയിപ്പോ അതേപോലെ 4:4 ആണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും? 256 ആയിരിക്കും. അപ്പൊ ഇതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് ഏതൊരു 4ൽ അവസാനിക്കുന്ന ഏതൊരു നമ്പറിന്റെയും എന്താ പറയാ, ഈ പറയുന്ന റേസ്റ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ ഓടാണ്, ഓഡ് നമ്പർ ആണ്, അതായത് 1, 3, ഇനി അടുത്തത് 5 എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് കോമൺ ആയിട്ട്, അതായത് അതിന്റെ ആ നമ്പറിന്റെ ഒറ്റ സംഖ്യ വൺസിലുള്ളത്, ആ നമ്പറിന്റെ അവസാന നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4ലായിരിക്കും അവസാനിക്കുക. ഇനി അടുത്തത് 4:5 എന്നുള്ളത് എന്തായിരിക്കും നിങ്ങൾ കമന്റ് ചെയ്യുക. അതിന്റെ അവസാനത്തെ നമ്പർ എന്തായിരിക്കും? 4ആയിരിക്കും. ഇപ്പൊ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? 314:8 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തുള്ള നമ്പർ. അതായത് ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായത്, അതായത് ഇങ്ങനെ ഓഡ് നമ്പറിൽ ആണ് പവറിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ, 4ന്റെ പവറിൽ ഓഡ് നമ്പർ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ 4ആയിരിക്കും വരാം. അതായത് ഓഡ് ആണെന്നുണ്ടെങ്കിൽ 4ആയിരിക്കും വരാം. അതേപോലെ ഇവൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇരട്ട സംഖ്യയിലാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന 2, 4, അടുത്തത് 6 എന്നുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ ഇപ്പൊ 4:2 എന്താണ്? 16 ആണ്. 4:4 എന്താണ്? 256 ആണ്. ഇവിടെയൊക്കെ എന്താണ്? ഈ പറയുന്ന വൺസിനുള്ള അവസാനത്തെ നമ്പർ എന്തായിരിക്കും? 6ലാണ് അവസാനിക്കുന്നത്. അതായത് ഇവൻ ആണെന്നുണ്ടെങ്കിൽ 6ലായിരിക്കും അവസാനിക്കുക. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? 4:8 എന്താണ്? ഒറ്റയുടെ സ്ഥാനം അപ്പൊ എന്തായിരിക്കും? 6 ആയിരിക്കും വരിക. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എന്താണ്? ഈ പറയുന്ന ഓഡിലാണ് എന്നുണ്ടെങ്കിൽ 4ഉം, ഈവനിലാണെന്നുണ്ടെങ്കിൽ 6ഉം. ഓക്കെ, അപ്പൊ ഇതേപോലെ എല്ലാ നമ്പറിലും ഓരോ കേസസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. സോ ബൈ.